പുള്ളി എപ്പോഴും സ്റ്റേജിൽ വന്നിട്ട് "എൻ നെഞ്ചിൽ കുടിയിരിക്കും" എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര ഒരു ഫീലാണ്. പക്ഷെ ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് പുള്ളി ലാസ്റ്റ് ഒരു 6 മന്ത്സിന് മുന്നേ നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ട്, വെങ്കട് പ്രഭുവിൻ്റെ മൂവിക്ക് വേണ്ടിയിട്ട് ഷൂട്ടിന് വേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ഷൂട്ടിൻ്റെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടൊരു ആർട്ട് ചെയ്യാന്നുള്ളൊരായിരുന്നു ഐഡിയ. അപ്പോഴ് പുള്ളി വരുമ്പോഴത്തേക്ക് ഒരു കാറിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു പോസ്. അപ്പോഴ് ആൾക്കാരെല്ലാം ഭയങ്കര ക്രൗഡായിരുന്നു. പിന്നെ അത് ട്രിവാൻഡ്രം എന്ന് പറയുന്ന സ്വന്തം സ്ഥലമായതുകൊണ്ടും നമുക്ക് ഓരോ പ്ലേസസും അറിയാം. അപ്പോൾ അത് പുള്ളിക്ക് ഈ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഒരു പരുന്ത് ഒരു ഹയറായിട്ട് പറക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പറക്കുന്നതെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ SRKയുടെ അഭിനയിച്ചു. ആക്ടർ വിജയുടെ കൂടെയാണെങ്കിലും രജനീകാന്തിൻ്റെ കൂടെയും പുള്ളി ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ട് ഇന്ത്യയിലെ ഇപ്പോൾ ടോപ്പ് ആക്ടറായിട്ട് നിൽക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ഡീറ്റെയിൽ. നമ്മൾ ഡൂഡിൽ ആർട്ടിസ്റ്റ് സിജിൻ ഗോപിനാഥിനുമായുള്ള നമ്മുടെ കോൺവെർസേഷൻ തുടരുകയാണ്. സിജിൻ്റെ ക്യാൻവാസ് എപ്പോഴും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സിജിൻ ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ വായിച്ചു. സിജിൻ്റെ വായ കൊണ്ടെന്ന് തന്നെ പറഞ്ഞത്. അത് ഡ്രീം പ്രോജക്റ്റ് എന്ന് വെച്ചാൽ അത് അറിയത്തില്ല നടക്കോ ഇല്ലേന്ന്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു എയർക്രാഫ്റ്റിലോ അങ്ങനെ എന്തെങ്കിലും വരയ്ക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മീഡിയയിൽ നേരത്തെ സംസാരിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞപ്പോൾ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒരു സംഭവമൊക്കെ ആയിട്ട് വന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അത് നടക്കും. അപ്പോഴതിനുള്ള പരിശ്രമത്തിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അവരെല്ലാം കുറച്ച് പിച്ചിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വർഷം തന്നെ നടക്കും. അതുടനെ നടക്കട്ടെ. അത് കുറച്ച് അതിൻ്റെ ഇടയിൽ സിനിമയിലേക്കും അല്ലേ, അതെ. സിനിമയുടെ ടൈറ്റിൽസ് ടൈറ്റിൽ അതെങ്ങനെയാണ്? ഗു ആ സിനിമയുടെ പേര് അല്ലേ? അത് അതിൻ്റെ ഒരു സ്റ്റാർട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ മൂവി പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഫുൾ മിനി കൂപ്പർ കാറിൽ അത് അവരുടെ ഒഫീഷ്യൽ ടീമിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് കാറിൽ മൊത്തം ലാൽ സാറിൻ്റെയും ബാക്കിയുള്ള ക്രൂവിൻ്റെയൊക്കെ പടം വരച്ചിട്ട് ആ ഒരു അതിൽ കൂടുതലും ഈ പായ്ക്കപ്പലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ കപ്പലും അതൊക്കെ വെച്ചിട്ടായിരുന്നു ആ ഒരു ആർട്ടുമൊക്കെ ചെയ്തത്. അപ്പോൾ അത് നല്ല ഒരു സംഭവമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ പഠാൻ എന്ന് പറഞ്ഞിട്ട് ഷാരൂഖ് ഖാൻ്റെ SRKയുടെ മൂവിക്ക് വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ അത് അവർ ഈ UAE എൻ്റയർ UAE സെല്ല് ചെയ്യുന്ന ഒരു 300 400 സ്പെഷ്യൽ എഡിഷൻ ഹുഡി അല്ല ജാക്കറ്റ്, ഈ ഡെനിം ജാക്കറ്റിൽ ആർട്ട് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഡൂഡിലായിട്ട് ഞാനായിരുന്നു ചെയ്തത്. അപ്പോൾ അത് യാഷ്രാജ് ഫിലിംസിൻ്റെ പേജിലും SRKയുടെ പേജിലൊക്കെ അവർ ഷെയർ ചെയ്തായിരുന്നു വിത്ത് ദാറ്റ് ആർട്ട് വർക്ക്. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാനത് ചെയ്ത് നമ്മളൊരു ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരു സാധാരണ ആർട്ടിസ്റ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അത് ചെയ്തത് ഒരു വലിയൊരു സംഭവമായിട്ട് പിന്നീട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് തന്നെ അന്ന് ഡ്രീം കണ്ടൊരു കാര്യം ഇപ്പോൾ ചെയ്തു എന്നുള്ളൊരു സന്തോഷം. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, മൂവി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ മഹാരാജ എന്ന് പറഞ്ഞിട്ട് വിജയ് സേതുപതിയുടെ മൂവി പുള്ളിയുടെ ലോഞ്ച് ബുർജ് ഖലീഫയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഒരു കോൺസെപ്റ്റ് ആർട്ട് ക്രിയേറ്റ് ചെയ്തു. അത് വിജയ് സേതുപതിയുടെ 50ാമത് ചിത്രമായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അത് പുള്ളി ഇവിടെ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അക്കൗണ്ടൻ്റായിട്ട്. അപ്പോഴന്ന് പുള്ളി ചെന്നൈയിലോട്ട് ഈ പറഞ്ഞ പോലെ കോടമ്പാകത്തോട്ട് നോക്കുന്ന ഒരു രീതിയിലും, പിന്നെ ഒരു സൈഡിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് പുള്ളിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ എന്ന് വെച്ചാൽ പുള്ളി ബുർജ് ഖലീഫയിലോട്ട് നോക്കിയിരിക്കുന്നു. പുള്ളിയുടെ സിനിമ ട്രെയിലർ അതിൽ ലോഞ്ച് ആവുന്നത്. അപ്പോൾ അത് പുള്ളിക്ക് ഈ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഒരു പരുന്ത് ഒരു ഹയറായിട്ട് പറക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പറക്കുന്നതെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ SRKയുടെ അഭിനയിച്ചു. ആക്ടർ വിജയുടെ കൂടെയാണെങ്കിലും രജനീകാന്തിൻ്റെ കൂടെയും പുള്ളി ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ട് ഇന്ത്യയിലെ ഇപ്പോൾ ടോപ്പ് ആക്ടറായിട്ട് നിൽക്കുകയാണ്. അപ്പോഴും പുള്ളി ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. പുള്ളി നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ആർട്ടിൽ തന്നെ ഒരു ഫെദർ പോലെ പുള്ളി അത്രയ്ക്ക് ഒരു സിംപ്ലിസിറ്റി കൊണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയും കാര്യങ്ങൾ നീ ആർട്ടിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അത് പുള്ളിക്ക് ആ ഒരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞു അത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊടുത്തുവിടാൻ വേണ്ടി വെച്ചേക്കാണ്. പുള്ളി അവിടെ ഓഫീസിൽ പ്ലേസ് ചെയ്യും പുള്ളിയുടെ ചെന്നൈയിലെ ഓഫീസിൽ. അത് തന്നെ വലിയൊരു അംഗീകാരമല്ലേ. എന്നിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഗു എന്ന് പറഞ്ഞിട്ട് മൂവി ഗുളികൻ. അപ്പോൾ ആ ഒരു മൂവിയിൽ അത് ഇപ്പോൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസർ 35 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മണിയമ്പിള്ള രാജു സാർ. സാറിൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ്. മാത്രമല്ല അതിൽ ലാൽ സാർ ഒരു ഇൻട്രോ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻട്രോയിൽ ഒരു ഹൊറർ സബ്ജക്റ്റ് ആയിരുന്നു ആ മൂവി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ആർട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സ്കെച്ചസും ഈ പറഞ്ഞ പോലെ ഡിജിറ്റലായിട്ടൊക്കെ ചെയ്തു.
പിന്നെ ഒരു മോഷൻ ഗ്രാഫിക് ഡിസൈനർ നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിലുള്ള ഒരാൾ അവിടെ നിന്നിട്ട് അത് ആനിമേറ്റ് ചെയ്തു. അപ്പോൾ അത് വിത്ത് ഈ മ്യൂസിക് ജോണാഥൻ ബ്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു മ്യൂസിക് ഡയറക്ടർ വന്നു. അപ്പോൾ ആളുടെ ഭയങ്കര സൗണ്ടിങ്ങും നല്ല മ്യൂസിക്കൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. അത് ഇമ്പാക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈ ആർട്ടും കൂടെ ബ്ലെൻഡായി വന്നപ്പോൾ ഒരു ടീം വർക്ക് പോലെ അത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിരുന്നു. അത് വടക്കൻ കേരളത്തിന്റെ അതെ. ആർട്ട് ഫോംസുമായിട്ട് ആർട്ട് ബന്ധപ്പെട്ട് ഫോംസ് അത് എല്ലാം എങ്ങനെയാ കൂടി പഠിച്ചത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ? ഇത് കുറച്ച് റിസർച്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹൊറർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും കാണുന്ന പോലെ ഒരു കരിമ്പൂച്ച അല്ലെങ്കിൽ ഒരു വവ്വാല് പറന്നു പോകുന്ന അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഞാനെപ്പോഴും എന്തെങ്കിലും പുതുതായിട്ട് അതിലെങ്ങനെ ഉൾപ്പെടുത്താമെന്ന് നോക്കിയിട്ട് അതിൽ ആ മൂവിയിലെ ലിറിക്സിൽ തന്നെ സുന്ദര യക്ഷി എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോൾ ഭയങ്കര ഒരു സൗന്ദര്യമുള്ള ഒരു ലേഡി, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മാടൻ മറുത അങ്ങനത്തെ ക്യാരക്ടറൊക്കെ കുറച്ച് ഇമാജിനേഷനൊക്കെ ഈ പറഞ്ഞ പോലെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു. പിന്നെ ഈ കട്ടുറുമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശവന്തീനി ഉറുമ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിട്ട് അങ്ങനത്തെ ഒരെണ്ണമൊക്കെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഈ ഹൊറർ സിനിമയിൽ സാധാരണ കണ്ടിട്ടില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. അപ്പോഴത് നല്ല രസമായിട്ട് അത് വന്നായിരുന്നു. കുട്ടികൾക്കൊക്കെ അതെ. ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കുട്ടികളല്ല അതെ. മുതിർന്നവർക്കും ഇഷ്ടപ്പെടും ആ സൗണ്ടും അതെ. അല്ലെ, മോഹൻലാലിന്റെ ശബ്ദവും. സൗണ്ടിലും അതെ. ഉം, ഉം. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ആർട്ട് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും പോസിറ്റിവിറ്റിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരുപാട് റീതിങ്ക് ചെയ്യാത്ത പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന കൺവേ ചെയ്യുന്ന ആർട്ടാണ് ചെയ്യുന്നത്. ഉം. കൂടുതലും കുട്ടികൾക്കാണെങ്കിലും മനസ്സിലാവുന്ന രീതി. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഹെവി സബ്ജക്റ്റ് ആയിരുന്നു. ഉം. അപ്പോൾ അത് കുറച്ച് ഈ തിയേറ്ററിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു എല്ലാവരും ചോദിച്ചു ഇത് നിന്റെ ഡാർക്കർ സൈഡാണോ നീ ഇങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു 2 സൈഡ് ചിലപ്പോൾ കാണുമല്ലോ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഡാർക്കർ ആയിട്ടുള്ളൊരു ഒരു സൈഡായിരിക്കും ചിലപ്പോൾ അത് അങ്ങനെ ഒരു വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയതെന്ന് തോന്നി. അത് നല്ലൊരു ഡയറക്ടറിനാണെങ്കിലും അത് ഫസ്റ്റ് നമ്മളൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അത് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഡൂഡ്ലിംഗ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബുക്ക് എഴുതുന്നുണ്ട്. ഒരു 10-12 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു നമ്മളൊരു വില്ലേജിൽ നിന്ന് ഒരു ഉത്സവം കാണാനായിട്ട് പോകുന്ന ആ ഒരു വഴി കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആ മുത്തശ്ശിയൊക്കെ പറഞ്ഞൊരു കഥയുണ്ട്. എന്ന് വെച്ചാൽ വഴി പിണക്കി എന്ന് പറഞ്ഞിട്ടൊരു ചാത്തൻ. ആ ഒരു ചാത്തൻ വന്നിട്ട് നമ്മൾ ഈ കാട്ടിൻ്റെ അകത്തൂടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ വഴി തെറ്റിച്ച് വിടും എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാനൊരു ആർട്ട് വർക്ക് ചെയ്തായിരുന്നു. ഒരു ഇല്യൂഷൻ പോലെ ഒരു സർക്കിളിൻ്റെ അകത്ത് ഇങ്ങനെ പെട്ടുപോയിട്ട് കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ട് വർക്ക് ഡയറക്ടർ കണ്ടു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു സിജിൻ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് നമുക്കിതിൽ വേണ്ടത്. അപ്പോൾ യു ക്യാൻ കണക്ട് ഇറ്റ് ബെറ്റർ എന്ന് വെച്ചാൽ യു ഓൾറെഡി ക്രിയേറ്റഡ് സംതിങ് സിമിലർ. അപ്പോൾ അത് വെച്ചിട്ട് ഒന്നുകിൽ അത് എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ബോയ് ഞാനൊരു പന്തം കൊണ്ടുപോകുന്ന പോലത്തെ ഒരു സംഭവമാണ് ചെയ്തത്. അപ്പോൾ അത് ഗേൾ ക്യാരക്ടർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്താലും മതി. ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഫ്രഷ് ആയിട്ട് വേറെ എണ്ണം ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ ആ ആർട്ട് വർക്ക് ചെയ്ത ഒരു വെർട്ടിക്കൽ രീതിയിലായിരുന്നു. ഇത് നമ്മുടെ സാധാരണ സ്ക്രീൻ വരുമ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അത് ഞാൻ പിന്നെ വേറെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്തിരുന്നതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിരുന്നതുകൊണ്ട് ഇത് ചെയ്യാനായിട്ട്. പക്ഷേ ഡൂഡ്ലിംഗ് ഡ്രീംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു അതെ അതൊരു കുറച്ച് സ്റ്റോറീസ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചാപ്റ്ററിൽ ആ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് ഇപ്പോൾ ആർട്ടിൽ എങ്ങനെ വന്നു എന്നുള്ളത്. ചേട്ടൻ്റെ ഒരു കാസറ്റും അതൊക്കെ വെച്ചിട്ടുള്ളൊരു റൂമും പിന്നെ അതിലൊരു 7ാമത്തെ ചാപ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ചേട്ടൻ ഒരു ആക്സിഡൻറ്റ് പറ്റി ചേട്ടൻ മരിക്കും. അപ്പോഴത്തേക്ക് അത് ചേട്ടനായിരുന്നു എൻ്റെ ആർട്ടിലെ മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് പറ്റി മരിക്കുന്നത് ഇന്ത്യ 2007 ക്രിക്കറ്റ് വേൾഡ് കപ്പ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ആ ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പൊക്കെ കണ്ടിട്ട് ചേട്ടൻ റോഡ് സൈഡിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ചിലപ്പോൾ കളിയൊക്കെ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ ഇതിലേക്ക് വന്നത് അങ്ങനെ വണ്ടി ഓടിച്ചൊക്കെ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ഒരു ത്രില്ലിൽ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ചേട്ടൻ്റെ വണ്ടി ഇടിച്ച്. അപ്പോൾ അത് എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ അത് ആ ഒരു ഗ്യാപ്പ് ഇപ്പോഴും ഫില്ലായിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മെൻറ്ററും ആ ഒരു ആൾ അവിടെ ഒരു ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങളും എങ്ങനെ ആർട്ടിൽ വന്നു, അപ്പോൾ എങ്ങനെ ഡൂഡിലോട്ട് വന്നു, പിന്നെ അതിൽ കുറച്ച് സ്ട്രഗിൾസും അതൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതൊരു ചെറിയൊരു സംഭവമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്റേഴ്സിലും ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ചെയ്തിട്ട് ആണ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ മൊബൈൽ ആപ്പ് വഴി സ്കാൻ ചെയ്ത് കാണുകയാണെങ്കിൽ കുറച്ച് അനിമേറ്റഡ് ആയിട്ട് ഓക്യുമെൻ്റൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുകയാണ്. അപ്പോഴത് എനിക്ക് തോന്നുന്നു അധികം ബുക്സിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. കൂടുതലും ഞാൻ ചോദിക്കാൻ പറ്റില്ല, ഇതിന് മുന്നേ ഇങ്ങനെ കണ്ട ഒരു മാതൃകയുണ്ടോ ഇത്? ഇല്ല അങ്ങനെ തനിയെ രൂപപ്പെടുത്തിയെടുത്ത എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഈ ആർട്ടും ഞാൻ ഈ ഡിസൈനിങ് സൈഡിലും കൂടെ ഉള്ളതുകൊണ്ട് ഡിസൈനിങ് എന്ന് വെച്ചാൽ വെബും മൊബൈൽ ആപ്ലിക്കേഷൻ അപ്പോൾ കുറച്ച് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതെല്ലാം
വെബ് ഡെവലപ്പേഴ്സും അവർ കുറച്ച് ടെക്നിക്കലി നല്ല ഹൈലി നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോഴവർ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ഇതുപോലെ ടെക്നിക്കൽ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഷെയർ ചെയ്യും. ഇങ്ങനത്തെ US ഇങ്ങനെ ഒരു എക്സിബിഷൻ നടന്നു. ആ എക്സിബിഷനിൽ നോക്കുകയാണെങ്കിൽ വാളിൽ മൊത്തം ആർട്ട് വർക്കിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആനിമേറ്റഡ് ആയിട്ട് കണ്ടു എന്നൊക്കെ അവർ പറഞ്ഞിട്ട് എനിക്ക് ഷെയർ ചെയ്യും. അപ്പോഴത്തേക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഇത് കൊള്ളാലോ എന്നുള്ളൊരു ഐഡിയ വരും. അപ്പോൾ അത് മാത്രമല്ല, റീസെൻ്റ്ലി ഞാൻ വേറൊരെണ്ണം കണ്ടതെന്ന് വെച്ചാൽ ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ഹി മെയ്ഡ് എ ടാറ്റു ഓൺ ദ ചെസ്റ്റ്. അപ്പോൾ അതിലൊരു ഹാർട്ട് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നോക്കുമ്പോഴത്തേക്ക് ഒരു ബ്ലഡ് ഫ്ലോ പോലൊരു സാധനം ഹാർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്നു. അത് ഭയങ്കര അനിമേറ്റഡ് ആയിട്ട് അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോ സാധനങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇങ്ങനത്തെ സാധനങ്ങളും കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റും ആർട്ടിൽ. എന്ന് വെച്ചാൽ നമ്മൾ ട്രഡീഷണലി മാത്രമല്ലാതെ കുറച്ച് ടെക്നോളജിയും കൂടി ബ്ലെൻഡ് ചെയ്ത് എന്തെങ്കിലും പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ചിന്തകളൊക്കെ വന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ഇടയ്ക്കല്ല, ഒരു 2-3 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു, ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്തു. അത് ഈ പറഞ്ഞ വാളിൽ ചെറിയ ആർട്ട് വർക്ക് കാണും. അത് ആൾക്കാർ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഒരു റോക്കറ്റ് ആണെങ്കിൽ അതിൽ പ്രസ് ചെയ്യുമ്പോൾ റോക്കറ്റിൽ നിന്ന് പുകയോ തീയൊക്കെ വന്നിട്ട് എഡ്യൂക്കേഷനിലേക്കും കൊണ്ടുവരാൻ. അതെ. തുടങ്ങി. പിന്നെ ഒരു കാർ, ഒരു സ്റ്റാറ്റിക് ആയിട്ടൊരു കാർ നിൽക്കും. കാറിൽ ആൾക്കാർ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അത് വാളിൽ വെറും ഒരു ആർട്ടാണ്. ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കാറിൻ്റെ വീൽസ് ഒക്കെ കറങ്ങും. അപ്പോൾ ഒരു മൂവിങ് എഫക്റ്റ് കിട്ടും. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പ്രൊജക്ടറുണ്ട്. പ്രൊജക്ടറിൽ നിന്ന് ആ ഒരു സ്ഥലത്തോട്ട് മാപ്പ് ചെയ്യും. മാപ്പ് ചെയ്തിട്ട് അത് അനിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ, അതെ, അതെല്ലാം ചെയ്യാൻ പറ്റും. അതെ, ഒരുപാട് ചിത്രം കളർ ചെയ്ത്. അതെ. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇതിൽ ബ്ലെൻഡ് ചെയ്തൊക്കെ ഈ പറഞ്ഞ പോലെ ബുക്കിലാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനൊരു എഴുത്തുകാരനൊന്നും അല്ലാത്തതുകൊണ്ട്, എൻ്റെ ചേച്ചി എഴുതും, പക്ഷേ ഞാൻ എഴുത്തുകാരനല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ലേഡി ഒരു റൈറ്ററുണ്ട്. അപ്പോൾ അവർ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറേയൊക്കെ ഞാൻ എൻ്റെ ബേസിക് ഇംഗ്ലീഷിൽ അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അത് അവർ കുറച്ചുകൂടിയൊക്കെ ഫൈൻ ട്യൂൺ ചെയ്ത് അയച്ചു തരും. എന്നിട്ട് ഫൈനൽ പ്രൂഫ് റീഡിങ് വൈഫാണ് ചെയ്യുന്നത്. ചെയ്തിട്ട് കുറച്ച് കറക്ഷൻസും കാര്യങ്ങളൊക്കെ പറയും. ടീച്ചറാണ്. അപ്പോൾ പുള്ളിക്കാരി കുറേ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ആയിരുന്നു. പക്ഷേ ഇനി ഫൈനൽ പ്രൂഫ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഷാർജ ബുക്ക് ഫെയറിൽ പറ്റുകയാണെങ്കിൽ ലോഞ്ച് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതെ. നമ്മളിപ്പോൾ ആർട്ടിനെ കുറിച്ചൊക്കെ എന്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്നൊരു വാക്ക് എല്ലായിടത്തും അല്ലെ കേൾക്കാറുമുണ്ട്. അത് ശീലിച്ചു പോരാറുമുണ്ട്. സിജിൻ ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. സിജിന് എപ്പോഴും സിജിന്റെ ഡ്രോയിങ്സിൽ കളേഴ്സ് ചൂസ് ചെയ്യുന്നതിലും ഒക്കെ പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് ആ ഒരു പോയിന്റും കൂടെ ഇത് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക? അത് പറയുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് തൊട്ട് പറയണം. എന്ന് വെച്ചാൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അച്ഛനും എല്ലാ ആൾക്കാരും അപ്പോൾ ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ അന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് ഓഫീസിൽ എന്തെങ്കിലും ജോലിയുള്ളതായിരിക്കും. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, സങ്കടമായിരുന്നു. അച്ഛൻ ഈ പറഞ്ഞ പോലെ വെറ്റില, വാഴ അങ്ങനെയൊക്കെയുള്ള കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ സ്വന്തമായിട്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാനും വീക്കെൻഡൊക്കെ പോയി ഹെൽപ്പ് ചെയ്യും. പക്ഷേ എനിക്ക് അങ്ങനെ അച്ഛൻ ഒരു കൃഷിക്കാരനാണെന്ന് പറയാൻ ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷേ വൺസ് ഇപ്പോൾ ഒരു 10th 12th കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അതാണ് ബേസിക് കാര്യം. അതാണ് ഈ കൃഷി അങ്ങനത്തെ കുറേ കാര്യങ്ങളും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ എൻ്റെ മോളെടുത്താണെങ്കിലും ഞാനൊരു കപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറയും. വെള്ളം ഒഴിക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ അവൾക്ക് അത് മനസ്സിലാവണം. ഇതിപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ചുറ്റിലുമുണ്ട്. ഇത് TV അങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല, ഇത് പ്രകൃതി മാത്രമല്ല, പറഞ്ഞ പോലെ ഒരു മീനുണ്ടെങ്കിൽ കൂടി അതിന് തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പൂച്ച, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ നേച്ചറുമായിട്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് എന്നെ പഠിപ്പിച്ചതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അച്ഛനെ ഹെൽപ്പ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നെ ആർട്ടിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കാണെങ്കിലും. ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ ഇപ്പോൾ വളർന്നു വരുമ്പോഴത്തേക്കാണെങ്കിലും എപ്പോഴും എന്തെങ്കിലും നേച്ചറിൻ്റെ എലമെൻറ്റ് കാണും. എപ്പോഴും നമ്മുടെ ഓഫീസിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് പ്രവീൺ എന്ന് പറഞ്ഞിട്ട്, പുള്ളി എപ്പോഴും എന്നെ കളിയാക്കി ചോദിക്കും, എപ്പോഴും കിളി പറന്നു പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പരുന്ത് പറക്കുന്നു അല്ലെങ്കിൽ കുരുവി പറക്കുന്നു, അതൊക്കെ ഇത് മാത്രമേ ഉള്ളൂ അവിടെ എന്ന്. ഞാൻ പറയും അല്ല, ഇത് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലായിരിക്കും, ഒരു ട്രേഡ് മാർക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ എങ്ങനെയെങ്കിലും അതിൽ ബ്ലെൻഡ് ചെയ്യാൻ നോക്കും. കൂടുതലും ഈ സ്കൈ ലൈൻസ് ഒക്കെ അല്ലാതെ സ്കൈ ലൈൻസ് ചെയ്യാറുണ്ട്. അത് റീസെൻ്റായിട്ട് ദുബായ് പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ, അപ്പോൾ നമ്മുടെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനില്ലേ, അതിൻ്റെ അടുത്തായിട്ട് അവരുടെ ഒരു വലിയ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ മീഡിയ കൺട്രോൾ റൂമിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ആർട്ട് ചെയ്തു. പക്ഷെ അതൊരുപാട് എനിക്ക് പബ്ലിക്കായിട്ട് ആർട്ടും സ്പേസ് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പ്ലേസ് അല്ലേ. പക്ഷെ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവർ ദുബായ് ഗവൺമെൻറ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മളെ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വിളിച്ചു. അതങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ സ്കൈ ലൈൻസും ദുബായ് സ്കൈ ലൈനും
പിന്നെ നമ്മുടെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ഉം. അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ജസ്റ്റ് അതിൽ കുറേ അറബി കാലിയോഗ്രഫി ഉണ്ടല്ലോ. ഉം. എനിക്ക് തോന്നുന്നു ഖുറാൻ ബേസ് ചെയ്തിട്ടുള്ള പോയം ഒക്കെയാണ് അതിലുള്ളത്. അപ്പോൾ അത് ആണ് അതിൽ ഉള്ളത്, റൈറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ അറബിക് റൈറ്റേഴ്സ് അല്ലല്ലോ, അതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സിജിൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് കുറച്ചുകൂടെ റെഫർ ചെയ്തിട്ട് ചെയ്യ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഞാൻ അത് ബേസ് ചെയ്തിട്ട് ചെയ്തു. എന്നാലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത് ചെയ്തിട്ട് തെറ്റുകയാണെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കും എന്നുവെച്ചാൽ അറബിക്ക് തെറ്റുകയാണ്. പക്ഷേ കറക്റ്റായിട്ട് അവർ പറഞ്ഞു യു ഡിഡ് ഇറ്റ് വെൽ എന്ന് പറഞ്ഞിട്ട്, അത് നന്നായിട്ടുണ്ട്, നല്ല അറബിക് റൈറ്റർ അല്ലാഞ്ഞിട്ട് കൂടി അത് നന്നായിട്ട് ചെയ്തു എന്നുള്ളൊരു അപ്രിസിയേഷൻ കിട്ടി. അത് നല്ല ഒരു കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് ഒരു സന്തോഷമായി. സിജിന്റെ ആ ഒരു എന്താ പറയാ, തിരിച്ച് പച്ചപ്പിലേക്കും പ്രകൃതിയിലേക്കൊക്കെ ചിന്തിക്കുമ്പോഴേ ആയിരവല്ലിപ്പാറയിലെ അതെ മുകളിൽ ചെയ്ത ഇതിപ്പോ ഈ അടുത്തല്ലേ അതെ ചെയ്തത്, അത് അല്ലേ? ചെയ്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന് മുന്നത്തെ വെക്കേഷൻ. അപ്പോൾ ആ ഒരു വെക്കേഷൻ സമയത്ത് നാട്ടിൽ പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഭാരത് ബന്ദ് എന്ന് പറഞ്ഞിട്ട് 2 ദിവസം ഞാൻ 10 ദിവസത്തേക്ക് എന്തോ ആണ് പോയത്. 2 ദിവസം ബന്ദായിരുന്നു. അപ്പോൾ ബന്ദിന് എന്ത് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു ഈ ഒരു കോൺസെപ്റ്റ് വന്നത്. കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആയിരവല്ലി പാറ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡൂഡിലിംഗ് ഡ്രീംസിൻ്റെ ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ആ ഒരു പാറയിൽ പോകുന്നത് വിളക്ക് കത്തിക്കുന്നതൊക്കെയാണ് അച്ഛൻ്റെ കൂടെ. അപ്പോൾ ആ ഒരു പാറയുടെ മുകളിൽ പോയി ഒരു ആർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ആ ഒരു ബ്യൂട്ടി സ്പോയിൽ ചെയ്യാനും താല്പര്യമില്ല. പക്ഷേ ആർട്ട് ചെയ്യാന്നുള്ളതും എൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കുമ്പോഴായിരുന്നു ഈ കുമ്മായപ്പൊടിയില്ലേ, അപ്പോൾ അതിൽ സാധാരണ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഫെവിക്കോൾ മിക്സ് ചെയ്യും. ഫെവിക്കോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് കിട്ടും. ഞാൻ വിചാരിച്ചു ജസ്റ്റ് കുമ്മായം മാത്രം വെച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് വാഷ് ഔട്ട് ആയിട്ട് മഞ്ഞ് പോകും. അപ്പോൾ മഴയുള്ള സമയം കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് വരച്ചിട്ട് രാവിലെ ഒരു 10 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ 2, 3 ഫ്രണ്ട്സും കൂടെ വന്നായിരുന്നു. പിന്നെ അവിടെ കുറേ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വരച്ച് എനിക്ക് തോന്നുന്നു ഒരു 10 മീറ്ററോ അങ്ങനെ എന്തോ ഒരു വലിയൊരു ആർട്ടായിരുന്നു. അത് ചെയ്തു. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവർ ഡ്രോണൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. അത് നല്ല അതെ അതെ ഭംഗിയുണ്ടായിരുന്നു എന്ന് പക്ഷെ. വെച്ചാൽ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു, ആ ഒരു പ്ലേസിൽ പോയിട്ട് ആ ഒരു വിഷ്വൽ ബ്യൂട്ടി ആ ഒരു ഡ്രോൺ ഷോട്ടിൽ എന്ന് വെച്ചാൽ ആ ഒരു ഏരിയൽ വ്യൂവിൽ പകർത്തുക എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ കൂടുതലും അങ്ങോട്ടൊക്കെ വരും, നമ്മുടെ ആ ഒരു നാടിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ അറിയും. അങ്ങനെ ഒരു ഐഡിയയും കൂടെ ഉണ്ടായിരുന്നു അതിൽ. സസ്റ്റൈനബിൾ അതെ ആർട്ടിന്റെ ഏറ്റവും നല്ല അതെ എക്സാമ്പിൾ അല്ലേ അത് അതെ ശരിക്കും? അങ്ങനെ കുമ്മായം വെച്ചിട്ട് വരച്ചു. നോക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മഴ വന്നിട്ട് അത് ഒലിച്ചു പോയി. അപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ആഗ്രഹം എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നടന്നു. പക്ഷേ ഞാൻ അങ്ങനെ പ്രകൃതിനെ അങ്ങനെ അതൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് കമൻസ് വന്നായിരുന്നു. യു സപ്പോർട്ട് സസ്റ്റൈനബിലിറ്റി ആൻഡ് യു റൂയിൻ ദ പ്ലേസ് എന്ന്. പക്ഷേ റൂയിൻ ചെയ്തല്ല. എന്നിട്ട് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അത് നല്ലൊരു ഐഡിയ ആയിരുന്നു, നന്നായിട്ട്. അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റിയത് സന്തോഷമാണ്. ഡൂഡ്ലിംഗ് ചെയ്ത് പിന്നെ ഒരു ഘട്ടത്തിൽ വൺ ഗ്ലോബ് വൺ ഫാമിലി എന്നുള്ള ഉം. വലിയൊരു ക്യാൻവാസിലേക്ക് നേരത്തെ അതെ പറഞ്ഞ പോലെ അതെ 200+ നാഷണാലിറ്റീസ്, നാഷണാലിറ്റിനെ ചെയ്തു. 200+ 300+ 300+. അതെ 300+ നാഷണാലിറ്റീസിനെ അത് ഉൾപ്പെടുത്തി. ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിൽ പോയി അതിനും ഈ പറഞ്ഞ ഫാമിലിയുടെ സപ്പോർട്ട് വേണം. എന്ന് വെച്ചാൽ കൂടുതലും വീക്കെൻഡ്സിലൊക്കെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഉള്ള സമയമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ആർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചില സമയത്ത് അവരെയും കൂടെ കൊണ്ടുപോകും. അപ്പോഴങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കായിരിക്കും ആ ഒരു ആർട്ടിൻ്റെയും ആ ഒരു മെസ്സേജിൻ്റെയും വാല്യൂ മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ പോയി ആൾക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ്, ആസ് എ ഹ്യൂമൻ എൻ്റെ നോളജും വളരും. എന്ന് വെച്ചാൽ അവരെ കൂടെ സംസാരിക്കുന്നു, അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മളെ മൈൻഡാണെങ്കിലും കുറച്ചുകൂടെ ബ്രോഡായിട്ട് ചിന്തിക്കാനും കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ വൈഡറായിട്ട് ഏതൊക്കെ ചിന്തിക്കാനൊക്കെ നല്ല. നാഷണാലിറ്റീസിനെ ഇപ്പോൾ വരച്ചിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ഓസ്ട്രേലിയ, ജർമ്മനി, റഷ്യ, ഉക്രൈൻ, അത് അങ്ങനെ അതെ ദുബായിലായതുകൊണ്ട് സാധിച്ച അതെ ഒരു കാര്യം സാധിക്കും. കൂടിയാണ് അതെ അല്ലേ? ഇവിടെ ആകുമ്പോൾ ഏതോ UAE-ലായതുകൊണ്ടാണ് അത് ഉം. ഇത്രയും. അപ്പോൾ അത് അത് മാത്രമല്ല ഏതൊക്കെ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു? അത് എങ്ങനെയായിരുന്നു അതിനുള്ളൊരു ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും തന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-20ഓളം മീഡിയാസ് അത് കവർ ചെയ്തു. ഉം. അപ്പോൾ അത് കുറച്ചുകൂടെ വൈഡറായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉം. അത് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ അത് റെക്കോർഡ് അത് വിൻ ചെയ്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് അതിന് പല പല സാധ്യതകളുള്ളതുകൊണ്ട് അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉം. ഉം. പിന്നെ അത് മാത്രമല്ല അത് ചെയ്ത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി കുറച്ചുകൂടിയൊക്കെ സ്പേസ് ഉണ്ട്. ഉം. അപ്പോൾ അതും കൂടിയൊക്കെ ഫില്ല് ചെയ്യണം. എന്നിട്ട് അതൊരു വലിയൊരു എക്സിബിഷൻ ചെയ്യണം ഉം. എന്നൊക്കെയാണ് ആഗ്രഹം. ഉം. 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 സിജിൻ ഈ ഒരു ഘട്ടത്തിലാണ് തോന്നുന്നില്ലേ ഗോൾഡൻ വിസ, അതെ സിജിന് ആ ഗോൾഡൻ വിസ തരികയൊക്കെ ചെയ്ത് അതെ UAE ഗവൺമെന്റിന്റെ ആദരവൊക്കെ ഉണ്ടായത്. ആ അപ്പം ആർട്ടിസ്റ്റ്സ് ഗോൾഡൻ വിസ എടുക്കാൻ താല്പര്യമുള്ള ഉം. ആർട്ടിസ്റ്റിന് ഉം. എന്താണ് ഒരു മാർഗരേഖ എന്നുള്ള നിലയ്ക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ അത് പറ്റുക? ആർട്ടിസ്റ്റുകൾ തന്നെ ആവണം എന്നില്ല. ഫോർ ഉം. എക്സാമ്പിൾ ഇപ്പോൾ ആർട്ട് സ്റ്റുഡൻസോ ഉം. 10th 12th ഉം. ഒക്കെ പഠിക്കുന്ന ആ കുട്ടികൾക്കും ഉം. ആർട്ടിൽ താല്പര്യമുള്ളവർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ദേ നീഡ് ടു ഹാവ് എ സ്ട്രോങ് പോർട്ട്ഫോളിയോ. 1-2 എക്സിബിഷൻസിലൊക്കെ ഇപ്പോൾ ഒരുപാട് എക്സിബിഷൻസ് ഒക്കെ UAE-ലുണ്ട്. അപ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു പോർട്ട്ഫോളിയോ ഈ പറഞ്ഞ പോലെ ഒരു വേർഡ് ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ PPT-ലോ ഒക്കെ ആക്കിയിട്ട്
ആ ഒരു ഫോട്ടോസും അവരുടെ ഒരു ഈ പറഞ്ഞ പോലെ ഇത്രയും എക്സിബിഷൻസിലൊക്കെ പാട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കോമ്പറ്റീഷൻസിലൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു പ്രൊഫൈലാക്കിയിട്ട് ഈ ദുബായ് കൾച്ചറൽ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇപ്പോൾ പൊയറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോഗ്രാഫറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഡിറ്റർ, ഇപ്പോൾ സ്റ്റോറി ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ക്രിയേറ്റീവ് ചെയ്യുന്ന അല്ലേ? സൈഡിലുള്ള ഇപ്പോൾ സ്റ്റോറി റൈറ്റർ, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ ഏതാണ് നമ്മുടെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ടിസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് പ്ലസ് ഈ പറഞ്ഞ പോലെ എമിറേറ്റ്സ് ഐ ഡി, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്ര അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ 2-3 മന്ത്സ് എടുക്കും വെയിറ്റിംഗ് കാലാവധി. അപ്പോൾ ആ ഒരു കാലാവധിക്കിടയിൽ അവർ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രൊഫൈൽ അവർ സ്ക്രൂട്ടനൈസ് അവരുടെ ഒരു ചെയ്യും. പാനലുണ്ട്. ആ ഒരു പാനൽ നോക്കി അത് അപ്രൂവൽ തരികയാണെങ്കിൽ നമുക്കൊരു അക്രഡേഷൻ ലെറ്റർ കിട്ടും. ഓക്കെ. അപ്പോൾ ആ അക്രഡേഷൻ ലെറ്റർ വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ഈസിയാണ്. പിന്നെ നോർമൽ വിസ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രൊസീജിയറിന് ചിലപ്പോൾ ഒരു 3500 അല്ലെങ്കിൽ 4000. ഇപ്പോൾ പുതിയ വിസ ഇപ്പോൾ വീണ്ടും ചാർജൊക്കെ പുതുക്കി എന്ന് പറയുന്നു, അതെനിക്കറിയത്തില്ല. അപ്പോൾ ആ ചാർജ് വെച്ചിട്ട് ഉള്ളതേ ഉള്ളൂ. പിന്നെ ബാക്കി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സിമ്പിളാണ്. എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും കുറച്ചൊരു ബേസിക് നോളജ് ഉള്ളവർക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സിജിൻ ഭയങ്കര ഡൈഹാർഡ് വിജയ് ഫാനാണെന്ന് സോഷ്യൽ മീഡിയ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. വിജയ്ക്ക് വേണ്ടിയിട്ട് ചിത്രം വരച്ച, ഇപ്പൊ വിജയ് സേതുപതിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നേരത്തെ അല്ലേ, ട്രിവാൻഡ്രം എയർപോർട്ടിലല്ലേ അതെ. വരച്ച് അത് പ്രസന്റ് ചെയ്യുകയൊക്കെ ഉണ്ടായില്ലേ? അതും കൂടെ ഒന്ന് ഓർത്തെടുത്തു. അത് ഈ വിജയ് ഫാൻ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ ഞാൻ നേരത്തെ ഒരു ബുക്കിനെ കോട്ട് ചെയ്ത് തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ, അതിലൊരു ചാപ്റ്ററിൽ എനിക്ക് ജോയിൻറ്റ് പെയിൻ വന്നിട്ട് കുറച്ച് നാൾ, ഒരു 2-3 ഇയേഴ്സ് എനിക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബാത്റൂമിൽ പോകണമെങ്കിൽ തന്നെ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശിയൊക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് വേണമായിരുന്നു പോകാൻ. എന്ന് വെച്ചാൽ ഒട്ടും നടക്കാൻ പറ്റാതെ ബെഡിലും ചെയറിലൊക്കെ ആയിട്ടായിരുന്നു ഇരുന്നത്. ആ ഒരു സമയത്തായിരുന്നു കൂടുതൽ ആർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോഴായിരുന്നു കൂടുതലും വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഗില്ലി അങ്ങനെയൊക്കെയുള്ള കുറേ വിജയ് സിനിമകളിലൊക്കെ കാണുന്നത്. അപ്പോഴത്തേക്ക് പുള്ളിയുടെ ഡാൻസിങ്ങും അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര, എന്ന് വെച്ചാൽ അന്ന് ടീനേജറാണ്, അപ്പോൾ നമുക്കും അതുപോലെ ചെയ്യാനും, എന്ന് വെച്ചാൽ നമുക്ക് വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. പുള്ളി ഓടി വന്നിട്ട് ട്രെയിനിലൊക്കെ ചാടി കയറുന്നു, ബഹളം തന്നെ. അങ്ങനെ കുറേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു ഊർജ്ജം തന്നു, എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത്. അപ്പോൾ അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് ചിലപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്ത് പറയണം എന്ന് അറിഞ്ഞൂടാ. പക്ഷേ അത് ഭയങ്കര ഒരു എനർജിയായിരുന്നു നമുക്ക് തന്നത്, പുള്ളിയുടെ ആ ഒരു പ്രസൻസും അതൊക്കെ ആ ഒരു മൂവി വഴിയുള്ള. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കാണെങ്കിലും ഓഫീസിൽ വെച്ചിട്ട് പുള്ളിയുടെ ഒരു സമയത്ത് ഒരുപാട് ചിത്രങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ നമ്മുടെ ഓഫീസിലുള്ള കൊളീഗ്സിനൊക്കെ അറിയാം ഞാൻ പുള്ളിയുടെ ഫാനാണെന്നുള്ളൂ. അപ്പോൾ അവർക്ക് കളിയാക്കാനുള്ളൊരു മെറ്റീരിയലായിരുന്നു ഞാൻ. എന്നുവെച്ചാൽ പുള്ളി പറയും, ഈ പടം ഇറങ്ങി അതിപ്പോൾ പൊട്ടി, ഇനി അടുത്തത് പൊട്ടി. അപ്പോഴത്തേക്കായിരുന്നു ഒരു സമയത്ത് തുപ്പാക്കി എന്ന് പറഞ്ഞ സിനിമ വന്നിട്ട് പുള്ളി ഒരു 100 crores ഈ പറഞ്ഞ പോലെ മൂവി വേൾഡ് വൈഡ് ആയിട്ട് അച്ചീവ് ചെയ്തതും, പിന്നെ ബാക്ക് ടു ബാക്ക് ഹിറ്റായിരുന്നു. അപ്പോൾ ആ ഒരു ഹിറ്റ് വന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം പക്ഷേ ആ ഒരു തോൽവി എന്ന സമയത്ത് നമ്മൾ പുള്ളിയുടെ കൂടെ ഇതുപോലെ ആസ് എ ഫാൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളീനെ. അപ്പം അങ്ങനെ എന്ന് വെച്ചാൽ നമുക്കൊരു മോട്ടിവേഷനായിരുന്നു പുള്ളി തന്നത്. അത് പുള്ളി അറിഞ്ഞുകൊണ്ടാണ് തന്നതെന്ന് എനിക്കറിയത്തില്ല. പുള്ളി എപ്പോഴും സ്റ്റേജിൽ വന്നിട്ട് എൻ നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര ഒരു ഫീലാണ്. പക്ഷേ ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് പുള്ളി ലാസ്റ്റ് ഒരു 6 months മുന്നേ നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ട്, വെങ്കട് പ്രഭുവിൻ്റെ മൂവിക്ക് വേണ്ടിയിട്ട് ഷൂട്ടിന് വേണ്ടി വന്നു. അപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അപ്പോൾ സ്റ്റേഡിയത്തിൽ വന്ന ആ ഒരു സമയത്ത് ഒരു 5 days എന്തോ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ ആ ഒരു ഷൂട്ടിൻ്റെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടൊരു ആർട്ട് ചെയ്യാന്നുള്ളൊരായിരുന്നു ഐഡിയ. അപ്പോൾ പുള്ളി വരുമ്പോഴത്തേക്ക് ഒരു കാറിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു പോസ്. ആൾക്കാരെല്ലാം ഭയങ്കര ക്രൗഡായിരുന്നു. പിന്നെ അത് ട്രിവാൻഡ്രം എന്ന് പറയുന്ന സ്വന്തം സ്ഥലമായതുകൊണ്ടും നമുക്ക് ഓരോ പ്ലേസസും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അതെല്ലാം കണക്ട് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു അത് ചെയ്തത്. അപ്പോൾ അത് 2-3 ഇൻസിഡൻറ്റ് അങ്ങനെ പുള്ളി അവിടെ വന്നതും, പിന്നെ ഈ ലാസ്റ്റ് ഡേ പുള്ളി പോകുന്നതിന് മുന്നേ ആയിട്ട് സാധാരണ പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബസ്സിൻ്റെ മുകളിൽ കയറി ഒരു സെൽഫി എടുക്കും. അപ്പോൾ ക്രൗഡ് ഭയങ്കര മാസീവ് ക്രൗഡായിരുന്നു. അപ്പോൾ ആ ഒരു ക്രൗഡിനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ആർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അത് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യുകയും അവരിതിൻ്റെ ഒറിജിനൽ ഫയൽ ചോദിച്ചിട്ട് അവർ ടീഷർട്ടിൽ പ്രിൻറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് എടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഒരുപാട് മെസ്സേജസ്, ഒരുപാടെന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെ ഒരു പുള്ളിയുടെ ഫാൻ അസോസിയേഷൻസ്, മെയിൻ അസോസിയേഷനിൽ നിന്നൊക്കെ മെസ്സേജ് തരികയൊക്കെ ചെയ്തു. അവർ പറഞ്ഞു ഇത് വിജയ് സാറിനെ കാണിക്കും ഉറപ്പായിട്ടും, അത് ഉടനെ വിൽ ഗെറ്റ് എ കോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അറിയത്തില്ല നടക്കുമോ ഇല്ലെന്ന്. പക്ഷേ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അത്തരം ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. വലിയ ക്യാൻവാസായ എയ്റോപ്ലെയിനിൽ ചിത്രം വരയ്ക്കണം എന്നുള്ള ആഗ്രഹവും നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റ് ചെയ്തതിനും
ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മളെ എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു ജീവിതത്തിൽ ഇത്രയും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അത് എത്രത്തോളം ആൾക്കാർക്ക് ഗുണകരമാവുന്നൊന്നും അറിയത്തില്ല. എന്നാലും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സിജിൻ ഒരു അതെ. ഇൻസ്പിറേഷനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് പുതിയ പുതിയ രീതികൾ പരീക്ഷിക്കാനുള്ള മനസ്ഥിതിയാണല്ലോ സിജിനെ ഉം. വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നുള്ള ഒരു താങ്ക് യു സോ തോട്ടിൽ മച്ച്. നമുക്ക് താങ്ക് യു. നിർത്താം. അപ്പോൾ ഡീറ്റെയിലിൽ മറ്റൊരു അതിഥിയുമായി ഞങ്ങൾ എത്തും. താങ്ക് യു സോ മച്ച്.